ശൃംഗേരി പട്ടണത്തിൽ സ്ഥിതി ചെയ്യുന്ന വിദ്യാശങ്കര ക്ഷേത്രം ദ്രാവിഡ വാസ്തുവിദ്യയുടെ മകുടോദാഹരണമാണ്. അതിമനോഹരമായ രൂപകൽപ്പനയാൽ ആരെയും ആകർഷിക്കുന്ന ക്ഷേത്രം. 1338 തുംഗ നദിയുടെ തീരത്താണ് ക്ഷേത്രം നിർമ്മിച്ചത്. ചരിത്രത്തിന്റെ പല അടയാളങ്ങളും ഇന്നും സൂക്ഷിച്ചിരിക്കുന്ന ഈ ക്ഷേത്രം തുറക്കുന്നത് അതിശയിപ്പിക്കുന്ന പല അറിവുകളിലേക്കുമാണ്. ശൃംഗേരിയിലെ വിദ്യാശങ്കര ക്ഷേത്രം പഴയ രഥത്തോട് സാമ്യമുള്ള മനോഹരമായ ഒരു ക്ഷേത്രമാണ്. 1338 AD ശൃംഗേരി ശാരദാ പീഠത്തിന്റെ തലവനായ വിദ്യാരണ്യ ഗുരു വിദ്യാശങ്കരന്റെ സ്മരണയ്ക്കായി നിർമ്മിച്ചതാണ്. ചിക്കമംഗളൂർ ജില്ലയിലാണ് ശൃംഗേരി വിദ്യാശങ്കര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അദ്വൈത വേദാന്തത്തിന്റെ ഉപജ്ഞാതാവായ ശങ്കരാചാര്യർ സ്ഥാപിച്ച ആദ്യ മഠമായ ശാരദാ മഠത്തിന്റെ പേരിലാണ് ഇവിടം കൂടുതലും പേരുകേട്ടിരിക്കുന്നത്. 14ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതാണെങ്കിലും കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുള്ള ചരിത്രമാണ് ഈ ക്ഷേത്രത്തിൻ്റെത്. വിജയനഗര സാമ്രാജ്യത്തിലെ രാജാക്കന്മാരാണ് പടുത്തുയർത്തിയ മന്ദിരം വിദ്യാശങ്കര സ്വാമികൾക്കാണ് സമർപ്പിച്ചത്. വിദ്യാശങ്കരൻ, അദ്ദേഹത്തിന്റെ ശിഷ്യൻ വിദ്യാരണ്യ എന്നിവരിലൂടെയാണ് ക്ഷേത്രത്തിന്റെ ചരിത്രം പുരോഗമിക്കുന്നത്. ഇതിൽ വിദ്യാരണ്യയെ ഇതിഹാസ പുരുഷനായാണ് ഇന്നും കണക്കാക്കുന്നത്. തെക്കേ ഇന്ത്യയിലേക്കുള്ള മുസ്ലിം ഭരണാധികാരികളുടെ അധിനിവേശം ആരംഭിക്കുന്നത് വിദ്യാരണ്യയുടെ കാലഘട്ടത്തിലാണ്. വിജയനഗര സാമ്രാജ്യം സ്ഥാപിക്കാൻ സഹായിക്കുന്നതിൽ വിദ്യാരണ്യ നിർണായക പങ്കാണ് വഹിച്ചത്. വടക്കൻ മുസ്ലിം ആക്രമണകാരികളുടെ വേലിയേറ്റത്തിനെതിരെ ഹിന്ദു പാരമ്പര്യങ്ങളെയും ക്ഷേത്രങ്ങളെയും പ്രതിരോധിക്കാനുള്ള കോട്ടയായി ഇത് പ്രവർത്തിച്ചു എന്നാണ് ചരിത്രം കണക്കാക്കുന്നത്. അദ്ദേഹത്തിന്റെ ഗുരുവായിരുന്ന വിദ്യാതീർത്ഥയുടെ സമാധിയിലാണ് വിദ്യാരണ്യ വിജയനഗര രാജാക്കന്മാരുടെ സഹായത്തോടെ വിദ്യാശങ്കര ക്ഷേത്രം നിർമ്മിച്ചത്. ഹൊയ്സാല ദ്രാവിഡ വാസ്തുവിദ്യ ശൈലികൾ സംയോജിപ്പിച്ച് പൂർണ്ണമായും കല്ലുകൊണ്ട് നിർമ്മിച്ച ഒരു അതുല്യ സ്മാരകമാണിത്. അതിമനോഹരമായ നിർമ്മിതിയിലെ 12 തൂണുകളാണ് ഏറ്റവും ശ്രദ്ധേയം. ജ്യോതിഷത്തിലെ 12 രാശികളെ കുറിക്കുന്ന 12 തൂണുകളാണിവ. ഓരോ മാസത്തിലും ആ മാസത്തിനായി നിർമ്മിച്ചിരിക്കുന്ന തൂണിൽ സൂര്യപ്രകാശം പതിക്കുന്ന രീതിയിലുള്ള നിർമ്മാണമാണ് ഇതിനുള്ളത്. ആദി ശങ്കരാചാര്യർ തന്നെ സ്ഥാപിച്ചതായി കരുതപ്പെടുന്ന ശാരദാംബയുടെ തകർന്ന ചന്ദന വിഗ്രഹവും ഈ ക്ഷേത്രത്തിലുണ്ട്. ഇവിടുത്തെ മുസ്ലിം അധിനിവേശ കാലത്താണ് ക്ഷേത്രത്തിന് ഇത്തരത്തിലുള്ള കേടുപാടുകൾ സംഭവിച്ചത് എന്നാണ് കരുതപ്പെടുന്നത്. പിന്നീട് ശ്രീ വിദ്യാരണ്യ സ്ഥാപിച്ച ശാരദാംബയുടെ സ്വർണ്ണ വിഗ്രഹം ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ജ്യോതിശാസ്ത്രം അനുസരിച്ചാണ് ക്ഷേത്രത്തിന്റെ നിർമ്മിതി പൂർത്തിയാക്കിയിരിക്കുന്നത്. ഗർഭഗൃഹത്തിൽ ദുർഗയുടെയും വിദ്യാഗണേശന്റെയും വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. പത്നി സമേതരായ ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാരെയും ശ്രീകോവിലിൽ കാണാം. വിഷ്ണു, ശിവൻ, ദശാവതാരങ്ങൾ, ഷൺമുഖൻ, കാളിദേവി, നിരവധി മൃഗങ്ങളുടെയും എന്നിവയുടെ എല്ലാം ചിത്രങ്ങൾ ക്ഷേത്രത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി കൊത്തിവെച്ചിരിക്കുന്നു. നിലവിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് ക്ഷേത്രം സംരക്ഷിക്കുന്നത്. ഈ ക്ഷേത്രം ഹൊയ്സാല ദ്രാവിഡ വാസ്തുവിദ്യ സവിശേഷതകൾ സമന്വയിപ്പിച്ചിരിക്കുന്നു. സമൃദ്ധമായ ശില്പങ്ങളുള്ള ഒരു നിലവറയിലാണ് ഇത് നിലകൊള്ളുന്നത്. ക്ഷേത്രത്തിലേക്ക് 6 വാതിലുകളാണുള്ളത്. മണ്ഡപത്തിലെ 12 തൂണുകൾക്ക് രാശി തൂണുകൾ എന്നാണ് പേര്. അവ ഓരോന്നിലും സൂര്യരശ്മികൾ പതിക്കുന്ന തരത്തിൽ ക്രമീകരിച്ചിട്ടുണ്ട്. ഓരോ നിരയിലും ഒരു വലിയ വളർത്തസിംഹമുണ്ട്. അതിന്റെ വായിൽ നീക്കം ചെയ്യാൻ പറ്റാത്ത ഉരുളൻ കല്ലുകൾ, വൃത്താകൃതിയിലുള്ള ഒരു ശിഖരം ശ്രീകോവിലിനെ അലങ്കരിക്കുന്നുണ്ട്. ഈ ക്ഷേത്രങ്ങളിൽ പുരാണങ്ങളിൽ നിന്നുള്ള വിവിധ രംഗങ്ങളുടെ ബേസ് റിലീഫിൽ കൊത്തിയ 61 ചിത്രങ്ങളുമുണ്ട്. വിഷ്ണുവിന്റെ അവതാരങ്ങളിൽ ഒന്നായാണ് ബുദ്ധനെ ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. നദിക്ക് അക്കരെ നിന്ന് നോക്കിയാൽ ഈ ക്ഷേത്രം ഗംഭീരമായ ഹംസം ഇരിക്കുന്നത് പോലെ തോന്നും. ശാരദാദേവിയെ ശ്രീചക്രപീഠത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ജപമാലയും പിടിച്ചിരിക്കുന്നു. ശാരദാദേവിയുടെ കയ്യിൽ ഒരു തത്തയുണ്ട്. ചന്ദനത്തിന്റെ യഥാർത്ഥ ചിത്രം ആദിശങ്കരാചാര്യയാണ് സ്ഥാപിച്ചത്. 14ാം നൂറ്റാണ്ടിൽ അതിനു പകരം ഒരു സ്വർണ്ണ ചിത്രം സ്ഥാപിച്ചു. ശാരദാംബയുടെ ഘോഷയാത്രയാണ് പുളിമരം പ്രകാരത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ശക്തി ഗണപതിയുടെയും ഭുവനേശ്വരിയുടെയും ആരാധനാലയങ്ങളും ഇവിടെയുണ്ട്. ഇവിടെ ആദിശങ്കരന്റെ ഒരു ശ്രീകോവിലുമുണ്ട്. എല്ലാ വെള്ളിയാഴ്ചകളിലും ശാരദാംബയെ വെള്ളിരഥത്തിൽ ക്ഷേത്രത്തിനു ചുറ്റും ഘോഷയാത്ര നടത്തുന്നു. നവരാത്രി ഉത്സവ ദിവസങ്ങളിൽ ശാരദാംബയുടെ ഘോഷയാത്രയും നടക്കുന്നു. ശക്തി ഗണപതി, മഹിഷാസുരമർദിനി, രാജരാജേശ്വരി എന്നീ ദേവാലയങ്ങളും ഈ ക്ഷേത്രത്തിലുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ.